ഞാൻ ഓൾറെഡി ഒരു റിവ്യൂ എടുത്തതാണ് കേട്ടോ, അത് റെക്കോർഡാക്കാൻ മറന്നുപോയി. എന്നാലും സത്യസന്ധമായിട്ട് പറയട്ടെ, എനിക്കതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോയിട്ടില്ല. നേരത്തെ പറഞ്ഞതിനേക്കാൾ ഇരട്ടി എനിക്ക് പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് സിനിമയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കിൽ എന്നാണ് സിനിമയുടെ പേര്. ഒരു 8 ദിവസം മുന്നേ, 9 ദിവസം മുന്നേ മൂവി ഓൾറെഡി കേരളത്തിൽ പലയിടങ്ങളിൽ റിലീസായി. എല്ലായിടത്തും റിലീസായില്ല. എൻ്റെ വീട് ആലപ്പുഴയിലായതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ റിലീസായത് ഇന്നലെയാണ്. സോ ഞാൻ ഇന്ന് പോയി കണ്ടു. സത്യസന്ധമായിട്ട് പറയട്ടെ, ഞാൻ പോയി അത്രയും ദൂരം പോയി കണ്ടതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കൊടുത്ത പൈസ എനിക്ക് അതിൻ്റെ ഇരട്ടി കറക്റ്റ് വർത്തായിട്ട് തിരിച്ച് കിട്ടി കേട്ടോ. കിഡിലൻ എക്സ്പീരിയൻസ്. അവർ പറഞ്ഞ ടാഗ് ലൈനിനോട് 101% നീതി പുലർത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വയലൻസ് സീനുകളുള്ള സിനിമ എന്നാണ്. ഇനി അത്യാവശ്യം ആൾക്കാരൊക്കെ സിനിമയ്ക്ക് കയറും, കാരണം വേർഡ് ഓഫ് മൗത്തിലൂടെയാണല്ലോ അറിയുന്നത്. ഓൾറെഡി ഒരു 9 ദിവസം മുന്നേ സിനിമ റിലീസായെങ്കിലും പല സെൻറ്ററുകളിലും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒന്ന് വന്നു തുടങ്ങിയത്. അപ്പം ഇനിയായിരിക്കാം ആൾക്കാരൊക്കെ സിനിമയുടെ റിവ്യൂവും കണ്ട് സിനിമയ്ക്കൊക്കെ പോകാൻ പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. OTT വരാൻ നോക്കിയിരിക്കണം. തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണുക. ഈ സിനിമയിൽ അവർ വയലൻസ് പ്ലസ് ആക്ഷനൊക്കെ ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. വലിയ ബ്രഹ്മാണ്ഡ വേൾഡ് വൈഡ് സിനിമകളൊക്കെ കണ്ടവർക്ക് ചിലപ്പം വലുതായിട്ടൊന്നും തോന്നിയെന്ന് വരില്ല. ഞാൻ അങ്ങനെ കാണുന്നതാണെങ്കിലും അതൊരു ഇന്ത്യൻ ടെറൈനിൽ നടക്കുന്ന സംഭവം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്ര രീതിയിലായിരിക്കും അവർ മേക്ക് ചെയ്യുന്നത്. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചതും എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുത്തിയതും. സ്റ്റോറി ആണെങ്കിലും ഡിറക്ഷൻ ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ആക്ഷൻ പെർഫോമൻസ് എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും എന്നെ സാറ്റിസ്ഫൈ ചെയ്തൊരു വയലൻസ് പ്ലസ് ആക്ഷൻ മൂവിയാണ് കേട്ടോ. സാധാരണ നമ്മൾ ആക്ഷൻ മൂവീസിലൊക്കെ കുറച്ച് ഡയലോഗ് കാണും, ഡയലോഗിന് ശേഷം എന്തെങ്കിലും പറഞ്ഞതിന്റെ പിൻബലത്തിൽ പോയി അടിക്കും, കാരണമൊന്നും ഇല്ലാണ്ട് ഇടിക്കും, വെറുതെ ഇടിക്കും. അങ്ങനെ കുറച്ച് ഇടിക്കുന്നതിലും ഭേദം അവിടെ ഇടിക്കാൻ ഒരു കാരണം ഉണ്ടെങ്കിലോ അവൻ്റെ ഓരോ ഇടിക്കും അതിൻ്റെ ഓരോ പഞ്ചിനും അവനൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെങ്കിലോ അതാണ് കിൽ എന്ന സിനിമ. ഞാൻ കൂടുതൽ സ്പോയിലർ പറയാണ്ടിരിക്കാൻ ശ്രമിക്കാവേ. 2 NSG കമാൻഡോസ്, ക്യാപ്റ്റനൊക്കെയാണ്, ഭയങ്കര റാങ്കൊക്കെ ഉള്ള 2 പേരാണ്. അവർ യാത്ര ചെയ്യുന്നു. ആ ട്രെയിനിൽ കുറച്ച് മോഷ്ടാക്കൾ കയറി. ട്രെയിൻ ഫുള്ള് ഹൈജാക്ക് എന്ന് പറയാൻ പറ്റില്ല. ട്രെയിൻ അവരുടെ നിയന്ത്രണത്തിലാക്കിയിട്ട് അതിനിടയിൽ കൊള്ളയടിക്കാൻ നോക്കിയാൽ എങ്ങനെയായിരിക്കും നടക്കുന്ന സിറ്റുവേഷൻസ്. അതാണ് സിനിമയുടെ തീം. നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടത്. മേക്കപ്പ് പ്ലസ് ഈ ആർട്ടിൻ്റെ കൂടെ വരുന്ന കുറച്ച് ചോര, കുറച്ചല്ല ഒരു 1500 ലിറ്റർ ചോരയെങ്കിലും വേണ്ടി വന്നതാണ്. എവിടെ വെട്ടിയാലും ചോരയാണ്, എവിടെ വെട്ടിയാലും അമ്മാതിരി വെട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലെ സ്പോയിലർ ഒരു സീനായിരിക്കാം. അത് എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടൊരു സീനായതുകൊണ്ട് ഞാൻ പറയുക. ഒരുത്തൻ്റെ കഴുത്തിനിട്ട് വെട്ടിയിട്ട് ആ കഴുത്ത് ഇങ്ങനെ വെട്ടിക്കൊന്ന് ഇങ്ങനെ അടർന്നടർന്നടർന്ന് ഇങ്ങനെ പോകുന്ന ഒരു സീനിലെ ചോര ഇങ്ങനെ പോകുക. അയ്യോ, അത് കാണുമ്പോൾ നമ്മളങ്ങ് എൻ്റെ അമ്മേ നല്ല സീനായി പോകും, നമ്മൾ അങ്ങനെ ആയിപ്പോവും. എനിക്ക് അതുപോലെ ഞാൻ അത്തരം ആക്ഷൻ സിനിമകളിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇതിൽ ആക്ഷൻ മാത്രമല്ല, ഓരോരുത്തരെ കൊല്ലുവാണെങ്കിൽ കൊല്ലുന്നതിനൊക്കെ എങ്ങനെ പറയണേ, അടിച്ച് ഇടിക്കുമല്ല, ഇടിച്ചിടിച്ച് കൊല്ലുമല്ലേ, അടിച്ച് ചതയ്ക്കുമോ, നമ്മൾ തല്ലി ചതച്ച് കൊന്നു എന്നൊക്കെ പറയത്തില്ല, അതുപോലെയൊക്കെ കേട്ടോ. നിങ്ങളപ്പം ഈ ചെറിയ പേഷ്യൻസും അതുപോലത്തെ ആൾക്കാരൊന്നും പോയി കാണണ്ട. മേ ബി അവർക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അതുപോലെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ പറയാനുള്ള പെർഫോമൻസ് എല്ലാവരും, വില്ലൻ ആണെങ്കിലും ആ വില്ലൻ ടീമാണെങ്കിലും ഈവൻ ആ നായകൻ്റെ ഒരു ടീമുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്, ഇവരെല്ലാവരും വന്ന് പോണ എല്ലാവരും അവരുടേതായ പെർഫോമൻസ് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പെർഫോമൻസ് ആദ്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് റൊമാൻസും അതുപോലെ തന്നെ ഇമോഷൻസ് വരുന്നുണ്ട്. ഓരോരുത്തർ മരിക്കുവാണല്ലോ. ആ മരിക്കുമ്പം ആ മരിച്ചത് ഏത് ടീമിൻ്റെ ആളാണോ ആ ഒരു ടീം അപ്പോഴേക്കും കുറച്ച് ഇമോഷൻ ഇറക്കും, സ്വാഭാവികമാണ്. അല്ലാണ്ട് കണ്ടിട്ട് ഇവൻ ചത്ത് എന്നാൽ പോയി അടുത്തതിനെ പിടിക്കുക അങ്ങനെയൊന്നുമല്ല. അവർക്ക് അവിടെ ഒരു വിഷമം ഉണ്ടാവുകയാണ് ഓരോരുത്തർ കൊഴിയുമ്പോൾ. അതൊക്കെ നല്ല കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഏറ്റവും മെയിനായിട്ട് എനിക്ക് തോന്നിയത് നായകനായിട്ട് ചെയ്ത ലക്ഷ്യയുടെ ഒരു ക്യാരക്ടർ കിഡിലനാണ്. അമിത് താക്കൂർ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. കിഡിലൻ പെർഫോമൻസ് ആണ്. കിഡിലെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കുണ്ട്, ഒരു ഫിസിക്ക് അത് കിഡിലാണ്. അത് ഒരു NSG കമാൻഡ്, ഒരു ഫൈറ്ററിനൊക്കെ ഒരു ഫിസിക്കാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ആണെങ്കിൽ പോലും വില്ലൻ ചെയ്ത രാഘവ് ജുയൽ ആണെങ്കിലും അയ്യോ, അത് മെൻഷൻ ചെയ്യേണ്ട ഒരു സാധനമാണ്. പുള്ളിക്കാരൻ നമുക്ക് അത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആവും. പുള്ളീനെ നമുക്ക് തിയേറ്ററിൽ പോയി കയറി ഇടിക്കാനൊരു ഇത് തോന്നും കേട്ടോ. അതുപോലത്തെ ഒരു പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ നായിക ചെയ്തിട്ടുള്ള താനിയാണെങ്കിലും ആശിഷ് വിദ്യാർത്ഥി പുള്ളിക്കാരനുണ്ട്, അടിപൊളിയാണ്. പിന്നെ കുറേ പേരുണ്ട് കേട്ടോ, എനിക്ക് എല്ലാവരുടെയും പേരറിയില്ല. ഈ NSG കമാൻഡോ ആയിട്ടുള്ള നായകൻ്റെ കൂടെയുള്ള 2ാമത്തെ കമാൻഡോ ഉണ്ട്, പുള്ളി അടിപൊളിയാണ്. പുള്ളിയുടെ പേരെന്നായിരുന്നു, അങ്ങനെ എന്താണ് പേര് കേട്ടോ, മറന്നുപോയി. പുള്ളിക്കാരനും അടിപൊളിയാണ്. അങ്ങനെ വന്ന എല്ലാവരും കിഡിലെ പെർഫോമൻസ് ആണ്.
വെട്ടെന്ന് പറഞ്ഞാൽ വെട്ടി കൊല്ലുവാണ് എല്ലാവരും, വന്നും പോണ എല്ലാവരും. ആ വെട്ടലും കുത്തലും മാത്രമല്ല, അതിൻ്റെ പുറകിലുള്ള ഇമോഷൻസ് ഇവർ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ചില സീനുകളിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മ്യൂസിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, മ്യൂസിക് അത് എലവേറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു പവർ അത് ഈ സിനിമയിലുണ്ട്. അതിൽ നമുക്കൊരു ഗൂസ്ബം സാധനമൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്ന പോർഷൻസിൽ അത് കറക്റ്റായിട്ട് മ്യൂസിക് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. വയലൻസിൻ്റെ ഭാഗത്ത് തന്നെ പുള്ളിക്കാരനൊരു ആനിമലായിട്ട് മാറുന്ന ഒരു സാധനമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഹീറോയിക് ക്യാരക്ടറിൽ നിന്ന് പുള്ളിക്കാരന് ഇനി റിവെഞ്ച് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വന്നിട്ട് അദ്ദേഹം ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്നല്ല, ഒരു ആനിമൽ ആകുവാണ്. അദ്ദേഹത്തിൻ്റെ ആനിമൽ സ്വഭാവം കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെയൊക്കെ മ്യൂസിക് നല്ല വൃത്തിക്കിട്ട് പണിതിട്ടുണ്ട്. പ്രണയം കാണിക്കാനായിട്ട് വലിയ പാട്ടുകളും കുറേ സീനുകളൊന്നും അതിന് ഉതകുന്ന തരത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊന്നും അവർ ഇട്ട് പിടപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് അവരുടെ പ്രണയം മനസ്സിലാവും, അവരുടെ ഇമോഷൻസ് കിട്ടും. അതാണ് അവിടുത്തെ മ്യൂസിക്കിൻ്റെ പ്രത്യേകത. വലിയ പണിയൊന്നും ചെയ്യണ്ട, സിമ്പിളായിട്ടൊരു പിയാനോയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഈ സിറ്റുവേഷൻ കൺവേ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. ആക്ഷൻ മൂവീസിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു ആക്ഷൻ മൂവീസിന് എങ്ങനെയൊക്കെയാണ് വിഷ്വൽസ് പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ഇടി കൊണ്ട് ഒരാൾ വീണ് കഴിഞ്ഞാൽ ക്യാമറ ഷിഫ്റ്റ് ചെയ്ത് അതേ വീണ പോർഷനിൽ നിന്ന് എടുത്ത് അടുത്തൊരു അങ്ങനെ ഫുള്ള് ജിഗ്ലിംഗ് ആണ്. വലിയ സ്പീഡൊന്നും അല്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കി എവിടെയാണ് ഇടി കൊള്ളുന്നത് കുറച്ച് ഉണ്ടാകും. അതായത് പടപടേന്ന് ഷോട്ടുകൾ പോവല്ല, അല്ലാത്ത പക്ഷം നല്ല ഒഴുക്കിൽ ഇടി കൊള്ളുന്നതും നമുക്ക് ഇടി കൊടുക്കുന്നതും ഇടി കൊള്ളുന്നതും എല്ലാം നല്ല വിസിബിളായിട്ട് അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ഷൻ മൂവീസിനൊക്കെ വേണ്ട ഒരു ടൈപ്പ് കുറച്ച് നല്ല രീതിയിൽ അവർ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എഡിറ്റിംഗ് ആണെങ്കിലും കളറിങ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വിഷ്വൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയത്. ഞാൻ കൂടുതലൊന്നും വിവരിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് പോയി കാണുക. ഞാൻ ഇനി ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റി പറയുന്നില്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അവരെ പറ്റി മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒന്നടങ്കം നല്ല വൃത്തിക്ക് പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് നിലവിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ആക്ഷൻ പ്ലസ് വയലൻസ് മൂവിയായിരുന്നു. 18+ എന്നാണ് അവർ പറയുന്നത്, 18 അല്ല, കുറച്ചും കൂടെ ഉണ്ടാവും കേട്ടോ. അതുപോലെയാണ് 18+ എന്ന് പറയുമ്പോൾ കുറച്ച് ബ്ലഡ് ഷെഡൊക്കെ അല്ലേ. ഇത് ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ കീറി പൊക്കുക, ചോരയ്ക്ക് വീഴുക. അത് ഭയങ്കര ബ്രൂട്ടൽ വയലൻസ് ആണ്. ബ്രൂട്ടലാണ് അത്രയ്ക്ക്. നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ആക്ഷൻ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, ഒരു 5-6 പേരൊക്കെ നിങ്ങൾ പോയിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ നിന്ന് കൈയടിച്ച് കൂക്കി വിളിക്കാനുള്ള സാധനങ്ങളൊക്കെ സിനിമയിൽ നിന്ന് തന്നെ കിട്ടും. അതുപോലെ അവൻ പണി ചെയ്തിട്ടുണ്ട്, ആ ഒരു ടീം പണിയെടുത്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഒരു സീനുണ്ട്, അത് ഞാൻ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് പറയാമെന്ന് വെച്ചിരിക്കുമായിരുന്നു. ഞാനിപ്പോൾ പറയാം. ഈ ആൾക്കാർ എനിമീസിനെ കൊല്ലുമല്ലോ, എനിമീസിനെ കൊന്നതിന് ശേഷം കൊന്നവന്മാരുടെ കൗണ്ട് എഴുതിയൊരു സാധനം ഒരു ഷോട്ട് കാണിക്കും. അതൊരു മെയിൻ ഒരു ക്യാരക്ടർ തന്നെ കാണിക്കുന്നത്. അത് ഗംഭീര സാധനം. ഞാനും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ. ഇങ്ങനെ എന്തൊരു കൗണ്ട് 24 അങ്ങനെയാണ് കാണിക്കുന്നത്. സ്പോയിലർ ആവില്ലായിരിക്കും. 24 എന്നാണ് കൗണ്ട് എഴുതിയേക്കുന്നത്. ഞാനും പെട്ടെന്ന് ഒരുത്തനെ കൊന്നത് നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ കൊന്നതിൻ്റെ കൗണ്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മ. അത് കഴിഞ്ഞിട്ടൊരു ഷോട്ടുണ്ട്, ഒരു ബോഗിക്കകത്ത് കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പം കെട്ടി തൂക്കിയിട്ടൊക്കെ അല്ല അയ്യോ, അത് കിഡിലെ ഷോട്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് കണ്ടിരുന്നെങ്കിലും ഇരുന്ന ഫുൾ ടീം എല്ലാം എൻ്റെ അമ്മോ അങ്ങനത്തെ ഒരു ഫീലാട്ടായിരുന്നു. ഇച്ചിരി ദൂരെ ആലപ്പുഴയാണ് പോയി കണ്ടത് കേട്ടോ. ആലപ്പുഴ പോയി കണ്ടു. 10-20 കിലോമീറ്റർ എനിക്ക് ഇവിടെ നിന്നുണ്ട്. നിയറസ്റ്റ് ആയിട്ടുള്ള തിയേറ്ററിൽ ഒന്നുമില്ല, കുറച്ച് ഇച്ചിരി ദൂരെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നാലും അത്രയും ദൂരം പോയി കണ്ടത് എന്തായാലും വെർത്തായി. വരത്തില്ല എന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ വന്നത് ഭയങ്കര അനുഗ്രഹം. ഇനി സിനിമയെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ നേരിട്ട് പോയി കാണുക. നിങ്ങൾ എന്തായാലും വയലൻസ് പ്ലസ് ആക്ഷൻ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത് പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ ടെറൈനിൽ വരുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കാനായിട്ട് ഉള്ള ഒരു സാധ്യതകളും അതുപോലെ തന്നെ അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ അവർ പറയുന്നുണ്ട്. ഇത് വേറൊരു നാട്ടിൽ നടക്കണമെന്നില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. പുറത്തുള്ള നാട്ടിൽ അങ്ങനെ എളുപ്പത്തിൽ ട്രെയിൻ ഹൈജാക്ക് ചെയ്യാൻ പറ്റില്ല. നൈറ്റ് സർവീസുകളൊക്കെ ചെയ്യുന്ന ട്രെയിനൊക്കെ ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിലോട്ട് കുറേ ദൂരവും അതുപോലെ തന്നെ കുറേ സമയമൊക്കെ എടുക്കുമല്ലോ. ആ ഒരു സമയത്തിനിടയ്ക്കാണ് ഈ ഒരു മോഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതവർ ആ ഒരു ലൂപ്പ് ഹോളില്ലേ, ആ ലൂപ്പ് ഹോൾ അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ആരും അറിയുന്നില്ല, പോലീസ് കയറുന്നില്ല. അതൊക്കെയാണ് അവർ ആ ഒരു സ്റ്റോറി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മെയിൻ സംഭവം. അത് അടിപൊളിയാണ് കേട്ടോ. അത് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞല്ല, ആ ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. പുറത്തുള്ള ചിലപ്പം മേ ബി പറ്റത്തില്ലായിരിക്കാം. നമ്മുടെ ജോൺ വിക്കിൻ്റെ ഒക്കെ സംവിധായകൻ അതിൻ്റെ റീമേക്ക് റൈറ്റ്സ് മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരെങ്ങനെ അത് ചെയ്ത് കാണുമെന്ന് കണ്ടറിയാം എന്തായാലും. പക്ഷേ നിങ്ങളിത് സിനിമ കാണാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള തിയേറ്ററിൽ ഉണ്ടെങ്കിൽ
തിയേറ്ററിൽ പോയി തന്നെ കാണുക. നല്ല തിയേറ്റർ കിട്ടുവാണെങ്കിൽ നല്ല തിയേറ്ററിൽ പോയി കാണുക, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ എങ്ങനെയെങ്കിലും കാണുക. വലിയ സ്ക്രീനിൽ അത് കാണുന്നത് വേറൊരു ഫീൽ ആയിരിക്കും കേട്ടോ. അത്രയും ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക. സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് റിവ്യൂ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സിനിമയൊന്ന് പോയി കാണാൻ പറയുക. ഞാൻ ഇപ്പോൾ എത്രയൊക്കെ സ്പോയിലർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനൊക്കെ 10 മടങ്ങ് ഉറപ്പായിട്ടും തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത് ചെറിയ ചെറിയ സ്പോയിലറൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.